ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ പാറുവാണ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി ബട്ടൂരയാണ്. ബട്ടൂര കഴിഞ്ഞ ദിവസം നമ്മൾ ചനാ മസാല ഉണ്ടാക്കിയില്ലേ, ചനാ മസാലയുടെ കൂടെ ബട്ടൂരയാണ് നല്ലൊരു കോമ്പിനേഷൻ. അപ്പം നമുക്ക് ബട്ടൂര ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഞാൻ ഒരു 1/4 കപ്പ് തൈര് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ബേസണിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഇവിടെ ഞാൻ 1/2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാലിൽ കുറച്ച് പാലും കൂടെ ഒരു 1/4 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 1 കപ്പ് മൈദ ഞാൻ ഇട്ടിട്ടുണ്ട്. 1 കപ്പ് മൈദ നമുക്ക് പോരാ, നമുക്ക് 1 കപ്പ് കൂടി ഇടാം. 2 കപ്പ് മൈദ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ക്വാണ്ടിറ്റി കൂടുന്നു. അത്രയും ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഒരു 1.5 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. 1.5 കപ്പ് മൈദയും 1.5 കപ്പ് മൈദ. കപ്പെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു ചെറിയ ബൗളിലാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ 1.5 കപ്പ് മൈദയ്ക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി. നമുക്ക് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു സ്പൂൺ ഷുഗറാണ്. 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നീട് സൺഫ്ലവർ ഓയിലിൽ 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് ഇവിടെ പാല് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കരുത്, പാലൊഴിക്കാം. പിന്നെ അഥവാ നമുക്ക് പിന്നെയും ഡ്രൈ ആയിട്ട് തോന്നുന്നെങ്കിൽ ഇതിലേക്ക് തൈര് ഒഴിക്കാം. പാലും തൈര് ഒഴിക്കാം, വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ മറന്നുപോയി കേട്ടോ, അത് ബേക്കിംഗ് സോഡ. ഇത് ബേക്കിംഗ് പൗഡർ നമ്മൾ ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. പിന്നെ ഈസ്റ്റ് ആണ് എങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് അലിയിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിപ്പം ബേക്കിംഗ് പൗഡറാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് 3/4 ടീസ്പൂണ്. എന്നിട്ട് നന്നായിട്ട് നല്ലതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം. നല്ലതുപോലെ കുഴച്ചിട്ട് എടുക്കട്ടെ. നമ്മുടെ മാവ് ഇവിടെ നല്ല രീതിയിൽ കുഴച്ച് നല്ല സോഫ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ച് ഒന്ന് തടയി ഇങ്ങനെ വെച്ചേക്കാം. ഇതിന് മുകളിൽ നനഞ്ഞ തുണി വേണമെങ്കിൽ ഒരു നനഞ്ഞ ടവലിടാം. നമുക്ക് ഇട്ടിട്ട് അടച്ചു വെക്കാം. ഇപ്പം നനഞ്ഞ ടവലൊന്നും ഞാൻ ഇടുന്നില്ല. ഇത് ഇങ്ങനെ വെച്ച് ഞാനിത് അടച്ചു വെക്കാൻ പോവാം. ഇനി അതിന് ശേഷം ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പം നമുക്കിതെടുത്ത് അപ്പോഴത്തേക്ക് ഇത് നല്ല സോഫ്റ്റായിട്ട് നല്ല ഇതായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് നമുക്കിത് എടുത്തിട്ട് ബട്ടൂര ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാവേ. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് കുറച്ച് എടുത്ത് ബോളുകളാക്കി ഈ ഒരു പരുവം മതി.
ഈ ഒരു ഇതിലാക്കിയിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് ബോൾസാക്കി കുറച്ചെടുത്ത് ആവശ്യത്തിന് ഇപ്പോഴത്തേക്ക് വേണ്ടി ബോൾസാക്കി എടുക്കാം നമുക്ക്. ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. അത്ര ഭംഗിയൊന്നുമില്ല, നീളത്തിലാണ് പരത്തിയേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടിൽ പരത്താം, എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് പരത്തി വെക്കാവുന്നേ ഉള്ളൂ. എണ്ണ ചൂടായി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പം ഞാൻ ചെറുതായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ വലിയ ബട്ടൂരല്ലേ നമ്മൾ കഴിക്കുന്നത്. അത് കുറച്ചുകൂടെ റൗണ്ടിൽ വലുതായിട്ടങ്ങ് പരത്തിയാൽ മതി. അപ്പം നമ്മൾ പരത്തുന്നതിനനുസരിച്ചാണല്ലോ ഷേപ്പ് വരുന്നത്. ഇതിപ്പം നല്ലതായിട്ട് പൊങ്ങി വരുന്നതാണ്. അതിങ്ങനെ ഇങ്ങനെ വേണം. നമ്മൾ മാവ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് ഇപ്പം നമ്മുടെ ബട്ടൂരി റെഡി. അത് ചന മസാലയും കൂട്ടി നമുക്ക് കഴിക്കാം. ഇത് നിങ്ങൾക്ക് റൗണ്ടിൽ വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലാക്കി പരത്തിയെടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ ആക്കിയതേ ഉള്ളൂ. അപ്പം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടൂര വിത്ത് ചന മസാല റെഡി.